ഹലോ, ബി4 കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് പെട്ടെന്ന് കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മളെ ചിക്കൻ മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 6 വെളുത്തുള്ളിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായത് ചെറിയ ജീരകമാണ്, അതും 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളകും പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലാണ് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് നന്നായിട്ട് നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് തരണം. അപ്പോൾ അത് അടിച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചിക്കൻ്റെ മുകളിൽ നമുക്കൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം. എല്ലാ പീസിൻ്റെ മേലെ നമുക്കിത് ഒന്ന് കുത്തി കൊടുക്കാം. അത് നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായത് മാഗി ട്യൂബാണ്. ഞാനൊരു 4 കഷ്ണം മാഗി ട്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട്. മാഗി ട്യൂബ് നന്നായിട്ട് പൊടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞൗണ്ടി കൊടുത്താൽ മതി. പിന്നെ ഞാനിതാ മിക്സിയിൽ മസാലകളൊക്കെ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ ചിക്കൻ്റെ മേലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതിൽ എണ്ണ കുറവാണെങ്കിൽ നമുക്ക് എണ്ണ വേറെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മേലെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഇനി എനിക്ക് വേണ്ടത് ആവശ്യമായത് ക്യാപ്സിക്കനാണ്. അപ്പോൾ ഞാൻ ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. എന്നാലുള്ളൂ നമുക്ക് ചിക്കൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നീളമല്ല. അപ്പം നമ്മളിവിടെ അരി എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇത് 1 മണിക്കൂർ സമയമെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കണം. അതേപോലെ തന്നെ നമ്മൾ ചിക്കനും തന്നെ 1 മണിക്കൂർ മസാല തേച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ അരി വേവിക്കാനുള്ള വെള്ളത്തേക്കുള്ള മസാലയാണ് റെഡിയാക്കി വെക്കുന്നത്. നമുക്കൊരു 10 ഗ്രാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 കഷ്ണം പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 പീസ് ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ 1 ടീസ്പൂണിലധികം കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റൈസ് വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാലകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതിയാവും കേട്ടോ, പൊടിക്കേണ്ടതൊന്നും ആവശ്യങ്ങളില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാവശ്യമാണെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പലർക്കും പല രീതിയിലുള്ള വെപ്പുകളുമാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് പൊതിർന്ന് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ സമയമായി നമ്മൾ അരിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് വേവാകുമ്പോൾ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് വേവിൽ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. ഞാനിതിലൊരു ഉണക്ക ചെറുനാരങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ കാണിക്കാനും മറന്നു പോയിട്ടുണ്ട്. അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പോൾ ചോറൊക്കെ കലത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദമ്മിനിടലായി. അപ്പോൾ നമ്മൾ ചെമ്പിൻ്റെ മേലെ ചിക്കൻ്റെ മേലൊക്കെ റൈസ് നേർക്ക് വെന്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുഴിമന്തി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ഇനി നമുക്കത് പുക കയറ്റി കൊടുക്കണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു കഷ്ണം കരിയും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ
ചിക്കൻ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചിക്കൻ കുഴിമന്തി റെഡി. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ കുട്ടികളൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പൊന്തിക്കണം കേട്ടോ. അവർക്കൊക്കെ ഞാൻ ഓരോ പാത്രത്തിലും വിളമ്പി വെച്ചിട്ടുണ്ട്.